എല്ലാവർക്കും മോൺസ് ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാസ്റ്റിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആവുന്നുള്ളൂ വൈകുന്നേരം. അപ്പം എന്തായാലും സന്ധ്യ വരെ എന്തായാലും കാസ്റ്റ് ചെയ്യുന്നുണ്ടാകും. അതിനുശേഷം മീൻ അടിക്കുന്നുണ്ടെങ്കിൽ നൈറ്റും കൂടെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്യാന്നുള്ള പ്ലാനിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം വെള്ളമൊക്കെ അതേ കുറഞ്ഞ് പുഴ കാണിച്ചു തരാം. വെള്ളമൊക്കെ കുറഞ്ഞത് ഇതുണ്ടോ, നല്ല പരുവത്തിനാണ് ഇപ്പം വെള്ളം നിൽക്കുന്നത്. അപ്പം പാലാങ്കണ്ണിയോ ചെമ്പല്ലിയോ വാളയോ അങ്ങനെ എന്ത് വേണേലും കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നന്നായിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തടത്തിലും കൂടുതലായിരിക്കും ചിലപ്പോൾ. കല്ലുകളൊക്കെ ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാവുന്ന ഒരു രീതിയിലേക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫിഷിംഗ് റോഡും റീലും ഒക്കെ സെറ്റ് ചെയ്ത് കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന റോഡ് വൈറ്റ് റാബിറ്റിൻ്റെ സീലൂർ 7.6ഉം നിഞ്ച BSLT 5000 റീലുമാണ്. അപ്പോൾ നമ്മളിതിൽ സ്പൂൾ ചെയ്തിരിക്കുന്ന ലൈൻ പവറയുടെ 35 LB ലൈനാണ് നമ്മൾ നിഞ്ചയിൽ സ്പൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ സമയം കളയുന്നില്ല, നേരെ കാസ്റ്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മളിന്ന് നൈറ്റ് ഫിഷിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അത് നമുക്ക് പുഴയിൽ നിന്നൊരു അടിപൊളി സാധനത്തിന് നമ്മുടെ സ്കൈ ലൈനയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്കൈ ലൈനയിൽ നമ്മൾ ചെമ്പല്ലിക്ക് എറിഞ്ഞോണ്ടിരുന്ന സമയത്ത് അടിച്ച മുതലാണത്. കണ്ടാ പോടും, ക്യാച്ച് ആൻഡ് റിലീസ് ആട്ടോ. അതേ പോണു, കൈ നിറച്ച് നാക്കാണ് ആമയുടെ. അപ്പം ഡേഞ്ചർ ആയതുകൊണ്ട് പതുക്കെ കൈ പിടിച്ചുകൊണ്ടിരുന്ന വഴിക്ക് പുള്ളി എടുത്ത് വെള്ളത്തിലേക്ക് ആടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എറിയാം. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്ന് അറിയില്ല കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരാ. നോ ഐഡിയ. മീൻ ഓർമ്മയില്ല കേട്ടോ. വാളയാണോ എന്ന് അറിയില്ല. വാഗ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. മരം പോലെ കിടക്കുക, മരം പോലെ കിടക്കുക കേട്ടോ. വാഗയല്ലേ? ചെറുതാണ്. ആ വാഗ, നല്ല വാഗ, സൈസ് ആണ്. ടയർഡായി കൊടുക്കാം. നമ്മൾ പണി വാഗയാണ്. വാഗ തന്നെ നോക്കാം. നീല 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 ഗഫിടാണ്ടെങ്കിൽ കയറ്റിക്കോ. ഗഫിടണ്ട, എന്നാ അറിയോ, അക്വേറിയത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇടാം. വലിയ പരിക്കല് പൊക്കിയോ ലീഡറെ പിടിച്ച് പൊക്കിയോ നേരെ പൊക്കിയോ. എന്താ മോൻ ലിപ്പർ
അപ്പ ഓ ആ വളർന്നു വിട്ടോട്ടോ ഇപ്പിട്ടോ സാധനം അപ്പോൾ നമ്മുടെ സ്കൈ ലൈനിൽ ഇത് കിണ്ണനൊരു വാഗ കയറിയിട്ടുണ്ട്. അടിപൊളി നീലവാഗ. നീലാന്ന് പറയാനില്ല അല്ലേ? ആ ഇതിനെ പിന്നീനൊക്കെ നല്ലപോലെ നീലമായിട്ടുണ്ട്. ചാടി ചാടി ഉള്ള ഹുക്ക് മുഴുവൻ പറഞ്ഞായിരുന്നു. ഒറ്റ ഹുക്കോടെ ഉള്ളൂ. ഇതൊന്നും ലൂസ് ചെയ്യുന്നു. അടിപൊളി. മറ്റേ ഹുക്കോടെ വെച്ച് കടിച്ചു. മറ്റേ ഹുക്കോടെ വെച്ചൊക്കെ കടിച്ചത് പുള്ളി. എന്താ വായെന്ന് നോക്കട്ടോ. മോശമാണ്. അപ്പോൾ നമ്മുടെ വാഗനെ നമ്മുടെ മെഷറിംഗ് ടേപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 69-70 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉണ്ട്. എൻ്റെ കിട്ടിൽ ഒരു രാത്രി ആയതുകൊണ്ട് നമുക്ക് നീല കളർ കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് ഇവിടുത്തെ സ്കെയിലെല്ലാം നീലയായിട്ടുണ്ട്. എന്താ ടൈൽ കണ്ട അടിപൊളി നീലയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് വലിയ പരിക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏതാണ്ടൊരു 2-3 കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് നോക്കിയിട്ടില്ല. ഒരു 3 കിലോ അടുത്ത് വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ പരിക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവനെ നേരെ നമ്മുടെ അക്വേറിയത്തിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. അതിപ്പോൾ സമയം നോക്കിയോ 10:35 രാത്രി. ഈ സമയത്താണ് ഈ വാഗ അടിച്ചത്. അപ്പോൾ നമ്മുടെ സ്കൈ ലൈൻ്റെ കൂടുതലാണ് മീനടിച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മളിവനെ സേഫായിട്ട് ചാക്കിലിട്ട് നൈസായിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പോകണം. നമ്മുടെ ടാക്സ് സീലൂറിൻ്റെ റോഡും നിഞ്ച BSLT 5000 ആണ് റീല്. അപ്പോൾ ഇവനെ നമുക്ക് പാക്ക് ചെയ്യാം.